വണക്കം. തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് അവർകളെ നമ്മൾ മലയാള മക്കളെ തവിട് കൊടുത്ത് മേടിച്ചതാണോ ജോസഫ് വിജയ് അവർകളെ? അവർകൾക്കും ഇവിടെ ഫാൻസ് ഉണ്ട്. അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള അവരുടെ ഫാൻസ് കിടന്ന് കാണിക്കുന്ന അട്രോസിറ്റികൾ അവർകൾ കാണുന്നില്ലേ അവർകളെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും കേരളത്തിലെ നൻപന്മാരുടെയും നൻപികളുടെയും ചിന്ന തങ്കച്ചികളുടെയും കുട്ടി നൻബീസിൻ്റെ എല്ലാം അണ്ണാക്കിലടിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ CM ആയിട്ടുള്ള വിജയ് എന്ന് പറയുന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഈ ജൂൺ ജൂലൈ മാസമാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ ആശങ്കയാണ്. ആ ആശങ്ക എന്തിനെക്കുറിച്ചുള്ളതാണ്? മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ളതാണ് ആശങ്ക എന്ന് പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്ന സമയത്തും അപ്പുറത്ത് സ്റ്റാലിൻ ഉണ്ടായിരുന്ന സമയത്തും ഒക്കെ ഈ ആശങ്കയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ലെങ്കിലും പിണറായി വിജയൻ ഒന്ന് സ്റ്റാലിന് കത്തയക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ സ്റ്റാലിൻ അവിടെ നിന്ന് 2 മരമുറിച്ചോടെ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഒരു തുരങ്കം അതുവഴി പണിത് കഴിഞ്ഞാൽ ഈ ഒരു ആശങ്ക മാറ്റാമെന്നുള്ള പല കാര്യങ്ങളും കേന്ദ്രം വരെ ഈ പദ്ധതിയിൽ ഇടപെടുന്ന ഒരു കാഴ്ച, അതായത് മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ ഇടപെടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ അണ്ണൻ, അതായത് സിനിമയിൽ അണ്ണൻ എല്ലാവരുടെയും രക്ഷകനാണ്. ജീവിതത്തിലോട്ട് വരുമ്പോൾ ജനങ്ങളെ കാലനായിട്ട് മാറുകയാണ് അണ്ണൻ എന്ന് പറയുന്നത്. അണ്ണൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ വേറൊരു ഡാം പണിയമാട്ടെ, അതായത് പണിയുന്ന പ്രശ്നമില്ല, എഴിച്ചു പോടെ എന്നാണ് അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് അണ്ണന് കിട്ടുന്ന സിനിമയുടെ കളക്ഷൻ കുറഞ്ഞു പോയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായിരുന്നാലും അണ്ണ ഇപ്പോൾ പറയുന്നത് മുല്ലപ്പെരിയാറിൽ വേറൊരു ഡാം കെട്ടാൻ പറ്റില്ല. ഇന്ന് നയപ്രഖ്യാപനമായിരുന്നല്ലോ നമ്മുടെ ഗവർണറായിട്ടുള്ള ആർലേക്കറാണ് നയം പ്രഖ്യാപിച്ചത്. അതിനകത്ത് ആർലേക്കർ അണ്ണനെ പൂഴ്ത്തി അടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ നയപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ വിജയ് എഴുതി കൊടുക്കുന്ന സാധനം ആർലേക്കർ വായിക്കുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ആർലേക്കർ ആണെങ്കിൽ ചില സാധനങ്ങളൊക്കെ വായിക്കാതൊക്കെ വിട്ടു എന്ന് പറഞ്ഞ് വലിയ വിവാദമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ DMK സർക്കാരിനെ നല്ല താറടിച്ച്, അതായത് കഴിഞ്ഞ തവണത്തെ DMK ഗവൺമെൻറ് ആയിരുന്നല്ലോ, അവന്മാരെ നല്ല രീതിയിൽ താറടിച്ച് അഴിവിച്ച് വെച്ചിട്ടുണ്ട് ആ നയപ്രഖ്യാപനത്തിൽ. എന്നിട്ട് വിജയ് ആണെങ്കിൽ നയപ്രഖ്യാപനം നടത്തുക മാത്രമല്ല ചെയ്തത്, അതിനകത്ത് ധവളപത്രം, അതായത് സംസ്ഥാനത്തിൻ്റെ സമ്പത്തിൻ്റെ എത്രയാണ് സാമ്പത്തിക സ്ഥിതി എന്നുള്ളതിൻ്റെ ഒരു ധവളപത്രം ഇറക്കി ഇവന്മാരെ സത്യം പറഞ്ഞാൽ ഇവന്മാർക്ക് ഭൂമി വളർന്ന് അന്തർദാനം ചെയ്തു പോയാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ നമ്മുടെ കേരളത്തിൻ്റെ മുല്ലപ്പെരിയാറിൻ്റെ കേസ് പറഞ്ഞത്. അണ്ണൻ സിനിമയിലെ രക്ഷകനാണ്, പക്ഷേ അണ്ണൻ ഇപ്പോൾ കേരളത്തിൻ്റെ കാലനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിവൃത്തിയില്ല. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ 4 ജില്ലകൾ ഇത് മുല്ലപ്പെരിയാറിൻ്റെ വലിയ ഭീഷണിയിലാണ്. ഈ 4 ജില്ലകൾക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണ് മുല്ലപ്പെരിയാർ എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. എറണാകുളം, തൃശ്ശൂരിൻ്റെ പകുതി, ആലപ്പുഴ, കോട്ടയം, ഇത്രയും ജില്ലകൾ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി ഒലിച്ചുപോയി അറബിക്കടലിൽ ലയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ പരിസ്ഥിതി നമുക്കറിയാം. കേരളത്തിൽ നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കി. അതായത് ഗാഡ്ഗിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തതാണ്. കേരളത്തിനെ പല സോണുകളായി തിരിച്ച് അവിടെ കുഴിക്കരുത്, ഇവിടെ കുഴിക്കരുത്, മലയോര മേഖലയിൽ പ്രവർത്തനങ്ങൾ പാടില്ല, അവിടെ ബിൽഡിംഗ് വെക്കരുത് എന്നൊക്കെ കൊടുത്തപ്പോൾ ഇവിടെ അന്ന് വലിയ ബഹളമായിരുന്നു. അന്ന് ഇവിടെയുള്ള കേരളത്തിലെ പല മെത്രാന്മാരും അച്ഛന്മാരൊക്കെ തെരുവിലിറങ്ങി ശവപ്പെട്ടി പണിയുന്നു, അങ്ങനെ PT തോമസിൻ്റെ ശവമഞ്ചം ചുമക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. യഥാർത്ഥത്തിൽ ഇവന്മാർ ഈ നാടിനോട് ചെയ്ത ക്രൂരതയാണിത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ എന്താണ് കാണുന്നത്? പിണറായി വിജയൻ എന്ന് പറഞ്ഞ കാരണഭൂതം കയറിയതിന് ശേഷം കേരളത്തിൽ പിന്നെ ദുരിതം ഒഴിഞ്ഞിട്ട് ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. കവളപ്പാറ തൊട്ട് അവസാനത്തെ നമ്മുടെ ചൂരൽമല വരെ ആ മൃതദേഹങ്ങൾ പോലും കണ്ടെടുക്കാനായിട്ട് സാധിച്ചില്ല. സത്യം പറഞ്ഞാൽ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ പിണറായി സർക്കാരിന് ആഘോഷമായിരുന്നു. രാഷ്ട്രീയം പറയാൻ പാടില്ല, അതിനകത്തുനിന്ന് കൈയിട്ട് വരാം, ശവം സംസ്കരിക്കാനുള്ള ആ പൈസ കൂട്ടിയെടുക്കാം, അങ്ങനെ ആഘോഷിക്കുകയായിരുന്നു. രാഷ്ട്രീയം ഒന്നും പറയാൻ പാടില്ല. രാഷ്ട്രീയം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവനെ ഉമാരി കേസിൽപ്പെടുത്തി അകത്തിടും. അപ്പോൾ അത്രയും വലിയൊരു അപകട മുനമ്പിലാണ് കേരളം നിൽക്കുന്നത്. എസ്പെഷ്യലി ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ട്. ഗാഡ്ഗിൽ അന്നേ പറഞ്ഞു ഞാനും കാണും നിങ്ങളും കാണും, ഇതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ ഒരുമിച്ച് കാണും എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇതിൻ്റെ പരിണിത ഫലങ്ങൾ ഒരുമിച്ച് കേരളം കണ്ടതും കേരളം വലിയ രീതിയിൽ അനുഭവിച്ചതും. ഇനി മുല്ലപ്പെരിയാറാണ്. ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സാധനം കേരളത്തിൻ്റെ തലയിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്നെങ്കിൽ മുല്ലപ്പെരിയാറിൽ നിന്നൊരു തുരങ്കം പണിത് അതിൻ്റെ ആശങ്ക അകറ്റണം. വൈഗാ തുരങ്കം എന്നാണ് അതിനെ ബേസിക്കായിട്ട് പറയുന്നത്. അത് പണിത് കഴിഞ്ഞാൽ ഈ ആശങ്ക നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ ഡാം പൊളിച്ച് പണിയണം. ആ ഡാം ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് പണിത ഡാമാണ് ആ ഡാം. ചില ആൾക്കാർ പറയുന്നു ആ ഡാം പൊട്ടത്തില്ല, ചില ആൾക്കാർ പറയുന്നു ആ ഡാം പൊട്ടൂലേ എന്നുള്ളൊരു വിശകലനത്തിലല്ല ഇവിടെ നിൽക്കുന്നത്. ആ ഡാമിനുള്ള ആശങ്ക പരിഹരിക്കണം. അത് പൊട്ടുമെങ്കിൽ ഡാം പുതുക്കി പണിയണം. അത് പൊട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കണം. എന്തായിരുന്നാലും ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത, പിന്നെ തമിഴ്നാട്ടിൽ നമുക്കറിയാലോ, തമിഴ്നാട്ടിൽ അവർക്ക് വെള്ളം കിട്ടിയാൽ മതി. കേരളത്തിലുള്ള ആരുടെ എന്ത് പോയാലും യാതൊരുവിധ കുഴപ്പമില്ല. നമ്മുടെ വിജയ അണ്ണനാണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് കയറി ഇരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കീഴും കിഴങ്ങും അറിഞ്ഞുകൂടാ എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ആൾക്കാരുടെ ആ ഒരു ആശങ്ക പരിഹരിക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ
പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അണ്ണൻ്റെ ചെറിയ ചെറിയ തങ്കച്ചികളും അണ്ണൻ്റെ ചെറിയ ചെറിയ നൻപന്മാരും നൻപികളുമൊക്കെയാണ് ഇവിടെയും ഉള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ ഒലിച്ചു പോകട്ടെ എന്നാണോ വിചാരിക്കുന്നത് അണ്ണൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോരാത്തതിന് കേരളത്തിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു വിജയ് അണ്ണൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സാധനം അത് വലിയ ഒരു വിഷയമാണ്. ഇനി നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് അയ്യോ നമ്മൾ അന്ന് അങ്ങനെ പറഞ്ഞതാണല്ലോ, ഇന്നിങ്ങനെ പറഞ്ഞതാണല്ലോ, അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ, ഇന്നിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മഴ സീസണൊക്കെ വരുമ്പോൾ എല്ലാ തവണയും ഇതിൻ്റെ ആശങ്ക അതിഭീകരമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇനി അണ്ണൻ്റെ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാടും ഭയങ്കരമായിട്ട് അങ്ങ് വികസിച്ച് ഇരിക്കുകയാണെന്നാണ് അണ്ണൻ ധവളപത്രത്തിൽ പറയുന്നത്. അതായത് നമുക്കൊരു 100 രൂപ വരുമാനം ലഭിച്ചു കഴിഞ്ഞാൽ 145 രൂപയുടെ ചിലവാണ് തമിഴ്നാട്ടിലുള്ളത് എന്നാണ് അണ്ണൻ പറയുന്നത്. ഇതൊന്നും അണ്ണൻ അറിഞ്ഞുകൂടെയായിരുന്നു. അണ്ണൻ 8 ഗ്രാം സ്വർണ്ണമൊക്കെയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് തങ്കച്ചികൾക്ക്. പിന്നെ പുതിയതായിട്ട് പുറത്തു വീഴുന്ന പെൺമക്കൾക്കുണ്ടല്ലോ അണ്ണൻ സ്വർണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അണ്ണൻ 6 സിലിണ്ടറാണ് ഒരു വർഷം അവിടെയുള്ള വീട്ടമ്മമാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ പട്ട് സാരി, പൊടവ, താലിമാല, അങ്ങനെ കാണ്ടമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ സാധനങ്ങളെ ലിസ്റ്റ് ഒരു ലോഡായിട്ട് ഇങ്ങനെ കെട്ടി കിടക്കുകയാണ്. നാട്ടുകാർ കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ ചോദിച്ചു തുടങ്ങും ഇതൊന്നും കിട്ടിയില്ലല്ലോ എന്ന്. അങ്ങനെ ചോദിക്കാതിരിക്കുക എന്നുള്ളൊരു സെറ്റപ്പാണോ എന്നറിയില്ല. എന്തായിരുന്നാലും തമിഴ്നാട്ടിൽ മൊത്തം കടമാണ് മക്കളെ എന്ന് പറയുന്നു. നരേന്ദ്രമോദി ഭരിച്ചിരുന്ന ഗുജറാത്ത് ഇതിലും മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് എന്നാണ് അണ്ണൻ പറയുന്നത്. അണ്ണൻ്റെ ധവളപത്രത്തിനകത്ത് ഗുജറാത്തിൽ പോലും ഇത്രയും വലിയ കടമില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഏകദേശം 13.5 ലക്ഷം കോടി രൂപയുടെ കടമാണ് ഇപ്പം തന്നെ ഇവിടെ ഉള്ളത്. ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ധനമന്ത്രിയായിട്ടുള്ള മരിയ വിൽസണും പറയുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ ചിലവഴിക്കുന്ന തുക 145, പക്ഷേ വരവ് 100 രൂപ. പണ്ട് NSSൻ്റെ വരവ് ചിലവൊക്കെ കണക്കെടുത്ത പോലെയാണ്. 100 കോടി രൂപ നമുക്ക് വരവുണ്ട്, ചിലവോ 101 കോടി രൂപ എന്ന് പറയുന്നത് പോലെയാണ് കേസ് എന്ന് പറയുന്നത്. എന്തായാലും തമിഴ്നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി സങ്കീർണമാണെന്ന് അണ്ണൻ പറയുന്നു. ഇത് വലിയ വെല്ലുവിളിയാണ് എനിക്ക് ഉയർത്തുന്നത് എന്നും അണ്ണൻ പറയുന്നുണ്ട്. തമിഴ്നാട് സർക്കാരിൻ്റെ വരുമാനം, ചെലവ്, കടബാധ്യത, നികുതി പിരിവ്, ഭാവിയിലെ സാമ്പത്തിക വെല്ലുവിളികൾ ഇതെല്ലാം തന്നെ വിശദമായിട്ട് ധവളപത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അണ്ണൻ്റെ ഊഴമാണ്. ഇതാണ് അണ്ണൻ്റെ ടൈം. അണ്ണൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ഈ പ്രതിസന്ധി അണ്ണൻ തരണം ചെയ്ത് തമിഴ്നാട്ടിനെ ലോ ലെവലിൽ കൊണ്ടെത്തിക്കണം. നമ്മുടെ പടയപ്പയിൽ രജനീകാന്ത് മറ്റേ വെട്രിക്കൊടി കെട്ട് മലകളെ ഒരു പാട്ടിൽ കഴിയുമ്പം പണക്കാരനാവൂലേ, ആ ഒരു സെറ്റപ്പിൽ അണ്ണൻ തമിഴ്നാടിനെ കൊണ്ടെത്തിക്കും എന്ന പ്രതീക്ഷയിൽ തമിഴ് മക്കൾ അവിടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സിനിമയിലെ രക്ഷകനായിട്ടുള്ള വിജയ് കേരളത്തിൻ്റെ അന്തകനായി ജീവിതത്തിൽ മാറുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശരി.